ഹലോ ഫ്രണ്ട്സ്, 4 മണിക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. അവിൽ വട ആൻഡ് മല്ലിയില ചമ്മന്തി. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് അവിലാണ്. അതിലേക്ക് 1.5 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം അതൊന്ന് മിക്സ് ചെയ്യണം ഒരു സ്പൂൺ വെച്ചിട്ട്. അതിനുശേഷം ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മൈദാപ്പൊടി, രണ്ട് പച്ചമുളക് അരിഞ്ഞത്, ചെറിയുള്ളി അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, 1/2 കപ്പ് ക്യാബേജ് അരിഞ്ഞത്, അല്പം മല്ലിയിലയും വേപ്പിലയും, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 3 സ്പൂൺ തൈര്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നും കൂടി ഒന്ന് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റവ ചേർക്കുമ്പോഴത്തേക്ക് ഒരുപാട് എണ്ണ കുടിക്കാതിരിക്കാനും നല്ലൊരു ക്രിസ്പി ആയിട്ട് വടയിരിക്കാനും ഒക്കെ സഹായിക്കും. അതിന് വേണ്ടിയിട്ടാണ് റവ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു പാത്രത്തിലെ എണ്ണ നന്നായിട്ട് ചൂടാക്കുക. അതിന് ശേഷം ഇതേപോലെ കയ്യിലൊരല്പം എണ്ണ തടവിയതിന് ശേഷം ഇതുപോലെ എടുത്ത് നടുക്കൊരു ഹോളിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാം. പിന്നെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം. ഇതുപോലെ ഹോളിടാതെ ചുമ്മാ കട്ലേറ്റ് പോലെ പരത്തിയിട്ടും എടുക്കാം. അങ്ങനെ ഏത് രീതി വേണമെങ്കിലും എടുക്കാം. എങ്ങനെ എടുത്താലും ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു വടയാണ്. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചിട്ട് അത് നല്ല പാകത്തിന് മൊരിച്ചെടുക്കാം. വട റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു മല്ലിയില ചട്നി ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു കൈപ്പിടി ഞാനിവിടെ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 വെളുത്തുള്ളി, 2 പച്ചമുളക്, അല്പം പുളി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരല്പം തേങ്ങ, 2-3 ടേബിൾ സ്പൂൺ തേങ്ങ, ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനൊരല്പം വെള്ളം, 2-3 സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ മല്ലിയില ചട്നിക്ക് ആവശ്യമായിട്ടുള്ള മല്ലിയിലയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് താളിച്ചിട്ടിട്ടുണ്ട്. കടുകും ഉലുവായും ഉണക്കമുളകുമാണ് താളിച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. ചൂട് അവിൽ വട, അവിൽ ഫ്രൈ റെഡി, അവിൽ വട റെഡി, എന്ത് വേണമെങ്കിലും പറയാം. ഫ്രൈ എന്നോ വടയെന്നോ പറയാം. അപ്പോൾ തന്നെ നല്ല മല്ലിയില ചട്നിയും റെഡി. നിങ്ങളിത് മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. പിന്നെ അത്രയും ടേസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് തന്നെ വെച്ചത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. വേറൊരു റെസിപ്പിയായിട്ട് മറ്റൊരു ദിവസം കാണാം.